मेहता का उल्टा चश्मा. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത് മുതിർന്നവരുടെയും കുട്ടികളുടെയും സൈക്കിൾ റേസിന് വേണ്ടിയാണ്. ഈ സൈക്കിൾ റേസിൽ പങ്കെടുക്കുവാൻ ആദ്യമായി വരുന്നത് നമ്മുടെ ടപ്പുവും പിന്നെ ദയയും. എന്നാൽ കണ്ട് ആസ്വദിക്കൂ അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ. മോനെ ചേട്ടലാൽ, നീ ഇങ്ങനെ ചുമച്ചുകൊണ്ടാണോ കമന്ററി പറയുന്നത്? അയ്യോ അമ്മേ, ഞാനതാ വരുന്നു. ഹായ് ടപ്പു. ഇതാ നമ്മുടെ രണ്ടാമത്തെ മത്സരാർത്ഥി എത്തിയിരിക്കുന്നു. സോണുവും പിന്നെ ബീഡയും അച്ഛനും മകളുമാണ് പങ്കെടുക്കുന്നത്. അടുത്തതായി വരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പോപ്പറ്റ്. അദ്ദേഹത്തിനൊപ്പമുള്ളത് നമ്മുടെയൊക്കെ ഗോലിയും. നമ്മുടെ പോപ്പറ്റ് വായുവിൽ പറന്നുയരുകയാണ്. പക്ഷേ എപ്പോഴത്തെയും പോലെ തന്നെ തന്റെ കുട ഉപയോഗിച്ച് അദ്ദേഹം താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഗോലിമോനെ ഒന്ന് സൂക്ഷിച്ച്. ശരി അങ്കിൾ. പോപ്പറ്റ് ലാലിത വീണ്ടും പറന്നിരിക്കുകയാണ്. ഗോലി. സോറി അങ്കിൾ, ഐഡിയ. ഇപ്പൊ ശരിയായി. അടുത്തതായി എത്തുന്നു ഗോഗിയും സോണിയും. പഞ്ചാബിന്റെ പൊന്നോമന പുത്രൻ. അതെ അച്ഛാ, അച്ഛനെ പോലെ എനിക്ക് ഒട്ടും മസിലില്ല. മസിലില്ലെങ്കിൽ എന്താ മോനെ, നമുക്ക് പാട്ടിനനുസരിച്ച് ഡാൻസ് കളിച്ചാ പോരെ. അടുത്തതായി എത്തുന്നു നമ്മുടെ ബബിത ചേച്ചി. കൂടെ പിങ്കുവും. പിങ്കു അവന്റെ സൈക്കിൾ മോഡിഫൈഡ് ചെയ്ത് അടിപൊളിയാക്കിയല്ലോ. ഇന്നിവിടെ കമന്ററി പറയുന്നത് അച്ഛനും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ജേട്ടാലാലും, അതായത് ഞാൻ. ഏത് ടീമാണ് ഈ ട്രാക്കിനെ 10 പ്രാവശ്യം വലം വെച്ച് ആദ്യം എത്തുന്നത് അവര് ജയിക്കുന്നതായിരിക്കും. ഈ റേസിൽ എല്ലാം അലൗഡാണ്. ഓ എന്റെ അച്ഛാ. ഈ റേസിൽ ചീറ്റിംഗ് ഒഴികെ എല്ലാം അലൗഡാണ്. മത്സരം ആരംഭിച്ചുകൊള്ളൂ. അയ്യോ അഞ്ജലി, എല്ലാവരും മുന്നിലെത്തി ഗോലി, വേഗം ചവിട്ടെ. എന്റെ കാര്യം പോക്കാണ്. ലോകം ഞാൻ തകിടം മറിക്കുവേ.
എന്റെ പൊന്നു ചേട്ടാ ഒന്ന് വേഗം വിട്, മുകളിൽ പോയി ഞങ്ങൾക്ക് ലൈവ് കമന്ററി കൊടുക്കാനുള്ളതാണ്. വേഗം ഓ ഓ, 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 ഒന്ന് പതുക്കെ പോ ചേട്ടാ. എടാ മോനെ ജേട്ടാലാലേ, അഡ്വഞ്ചർ സ്പോർട്സ് താഴെ നടക്കുന്നേ, അല്ലാതെ മേളിലല്ല. മുണ്ടെന്ന് വിടടാ. മുണ്ടെന്ന് വിട്ടാ ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോവേണ്ടി വരും അച്ഛാ. അങ്ങനെ ആദ്യത്തെ ലാപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ടപ്പുവാണ് മുന്നിലുള്ളത്. തൊട്ടുപുറകിൽ സോണുവും ബീഡയുമുണ്ട്. അല്ല, നിങ്ങളൊന്ന് പുറകിലേക്ക് നോക്കിക്കേ. അമ്മേ, അമ്മ എപ്പോഴാ അങ്ങോട്ട് പോയത്? അവിടെ അവര് ഉറക്കെ എന്തോന്ന് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? പാട്ട് പാടിയപ്പോഴാണോ? ശക്തിയായിട്ട് എന്ത് ചെയ്ത കാര്യം ആന്റി? അമ്മേ, ഞാൻ എത്ര നേരമായിട്ട് പെഡലിംഗ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ അമ്മയാണെങ്കിൽ അവരെവിടെ ഉറക്കെ ശബ്ദം ഉണ്ടാക്കി പെഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? സൈക്കിൾ കൊണ്ട് കല്ലേ പോയി കൊണ്ടു. ആ സമയത്ത് ഞാൻ ഇവിടെ എത്തി. ടപ്പു, നീ മുന്നോട്ടൊന്ന് നോക്കിക്കേ. അയ്യോ എന്റെ സോനു, ഒന്ന് പതുക്കെ. നിനക്ക് ആകെയുള്ള ഒരു അച്ഛനല്ലേ ഞാൻ. ഒന്ന് പതുക്കെ. അയ്യോ എന്താ പോപ്പട്ടങ്കിൾ ചേഞ്ച്. അല്ല, നിങ്ങൾക്ക് വല്ല സഹായവും വേണോ? ആ വേണം സോണി, നിനക്ക് ഗാരേജ് ഒക്കെ ഉള്ളതല്ലേ? ഞാൻ ഇപ്പൊ ശരിയാക്കി കൊണ്ടുവരാം. എന്ത് നല്ലൊരു മനുഷ്യനാണല്ലേ. അവര് ചെയിനും കൊണ്ട് പോയി. സോണി ചേട്ടാ, എടാ ജബാ, എന്താണ് പ്ലാൻ? പ്ലാൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ കൃത്യം 10 മിനിറ്റ് കഴിഞ്ഞ് ബാങ്ക് കൊള്ളയടിക്കും. ബാങ്കിൽ അലാറം അടിച്ച് 7 മിനിറ്റിന് ശേഷമേ പോലീസ് എത്തുകയുള്ളൂ. പക്ഷേ ആ സമയത്തിനുള്ളിൽ നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കും. എങ്ങനെയുണ്ട് ഐഡിയ? നന്നായിട്ടുണ്ട്. എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഒക്കെ തോന്നുന്നുണ്ട്. അയ്യോ എന്റെ ബബിതേ. ശിവ ശിവ ബബിതേ. तारक मेहता का उल्टा चश्मा।